മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം തുടരും. കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമ കേരള ബോക്സ് ഓഫീസിലെ ടോപ്പ് ഗ്രോസായി എത്തിയത്. ഇപ്പോഴിതാ ടിക്കറ്റ് വിൽപ്പനയിൽ ചിത്രം റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 17 ദിവസമായി തുടരും 100Kയിൽ അധികം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചത്. കണക്കുകൾ പ്രകാരം 3.94 മില്യൺ ടിക്കറ്റുകളാണ് ചിത്രം മുഴുവനായി ഇതുവരെ വിറ്റുതീർത്തത്. റിലീസായി ആഴ്ചകൾ കഴിഞ്ഞും സിനിമയ്ക്ക് തിരക്കൊഴിയുന്നില്ല. പല തിയേറ്ററുകളിലും ഇപ്പോഴും സിനിമയ്ക്കായി എക്സ്ട്രാ ഷോകളും സംഘടിപ്പിക്കുന്നുണ്ട്. അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് തുടരും 200 കോടി കടന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഇതോടെ 2 മാസത്തിനിടെ 200 കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന രണ്ടാമത്തെ മോഹൻലാൽ ചിത്രമായിരിക്കുകയാണ് തുടരും. മാർച്ച് മാസത്തിൽ പുറത്തിറങ്ങിയ എമ്പുരാനും 200 കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു. തുടരുമിന്റെ തമിഴ് പതിപ്പും റിലീസ് ചെയ്തിട്ടുണ്ട്. തുടരും എന്നാണ് തമിഴ് പതിപ്പിന്റെ പേര്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുന്നത്. സിനിമയുടെ സെക്കൻഡ് ഹാഫ് നല്ല മാസായിട്ടുണ്ടെന്നുമാണ് അഭിപ്രായങ്ങൾ വരുന്നത്. സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയുടെ പ്രകടനത്തിനും വലിയ സ്വീകാര്യതയും ലഭിക്കുന്നുണ്ട്. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻപിള്ള രാജു, തോമസ് മാത്യു, ഇർഷാദ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ശോഭന ജോഡി വീണ്ടും എത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.